ഇറാനി ചായ അതുപോലെ തന്നെ മസ്കബണ്ണിന്റെ ഉത്ഭവം ഇവിടെ നിന്നാട്ടോ ഈ ഒരു ഷോപ്പ് നിന്നാണ് പോയത്. വെൽക്കം ടു വീഡിയോ. അതെ ഗൈസ്, അതിനാണ് കുന്ത്രണ്ണം കണ്ണുമച്ച് ഈ ഉറക്കം നീച്ച കണ്ണുമോറൊക്കെ എന്തൊക്കെയോ ആവുമല്ലോ. അപ്പൊ ഈ കണ്ണാടച്ചങ്ങൾ കാണൂലല്ലോ. എന്തേലും ആയിക്കോട്ടെ, നമ്മള് ഹൈദരാബാദ് ട്രിപ്പിന്റെ പാർട്ട് 3 ആണ്, 3ാമത്തെ ഭാഗമാണ്. അങ്ങനെ നമ്മള് ട്രെയിനിൽ പരിചയപ്പെട്ടവരോടൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങിയപ്പോഴാണെങ്കിലോ നിന്ന് മറക്കുക തണുപ്പോണ്ടേ. അങ്ങനെ എന്തായാലും റെയിൽവേ നേരെ പുറത്തേക്ക് നടക്കുകയാണ്. സമയമാണെങ്കിലോ 4:30 ആയിട്ടുള്ളൂ. ഇതാണിപ്പോ ഇവിടുത്തെ പ്രശ്നം. എന്തിനാണ് അവങ്ങ് നിന്നിങ്ങനെ അടിച്ചത്? കാര്യമുണ്ടെങ്കിൽ ഓക്കെ, ഒരു കാര്യമില്ലേ. അങ്ങനെ നമ്മള് പോയി ഹോട്ടലിലെത്തിയാണ്, ഹോട്ടലിലെ റൂമിലെത്തിയാണ്. അവിടെ ആണെങ്കിൽ ഒരു സ്ഥലത്തിന് 4 ക്ലോക്ക്, അത് 4 രാജ്യത്തിന്റെ ടൈം, ഒന്നിനൊരു കുറവുണ്ടാവരുതല്ലോ. അതെ അതെ. അങ്ങനെ എന്തായാലും കുളിയെ കഴിഞ്ഞ് ഫ്രഷ് ആയിക്കണേ. ചെറിയ പ്രശ്നമുണ്ട്, ഫുഡ് കഴിക്കണ ലിപ്സ് കാണാൻ. എന്തായാലും പോയ ബസ്സിന് കഴിയാൻ പറ്റില്ലല്ലോ, നമുക്ക് അടുത്ത വരാം. നമ്മളിങ്ങനെ എത്തിയത് ചാർമിനാർക്കാണ് കഴിച്ചത്. അങ്ങനെ പുറത്ത് കണ്ടിട്ട് ഉള്ളിൽ കയറായി. ഇറാനി ചായ അതുപോലെ തന്നെ മസ്കബണ്ണിന്റെ ഉത്ഭവം ഇവിടെ നിന്നാട്ടോ ഈ ഒരു ഷോപ്പ് നിന്നാണ് പോയത്. അതിന്റെ തൊട്ടപ്പുറത്തിനാട്ടോ മക്ക മസ്ജിദ്. അങ്ങനെ എന്തായാലും അതിന്റെ ഉള്ളിൽ കയറിയണേ. ലോകത്തിന്റെ ഏതൊരു കോണിൽ എന്നാലും എവിടെയാണെങ്കിലും ഒരു മലയാളി ഉണ്ടാവും പറഞ്ഞു. അതേപോലെയാണ് ട്രെയിൻ തൊട്ട് ആരുടെ തൊട്ട് എന്നാലും നമ്മളെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ടാവും ഇയാളുടെ ടീം. അങ്ങനെ എന്തായാലും ചാർമിനാറിന്റെ ഉള്ളിൽ കയറിയണേ. അതിന്റെ ഉള്ളിലാണെങ്കിലും ചെറിയ സ്റ്റെപ്പും ഹലാക്കിട്ട് ഒരു കയറ്റും. എന്റെ മേലത്തെ വ്യൂ എന്തായാലും നൈസ് ആട്ടോ, അവിടുത്തെ സിറ്റി മുഴുവൻ. അങ്ങനെ എന്തായാലും കയറി അതേപോലെ ഇറങ്ങണുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം ഇറാനി ചായയും മസ്കബണ്ണൊക്കെ ഉണ്ടായതോ ഗൈസ്. ട്രൈ ആക്കണമെന്ന് അടുത്ത വീഡിയോ കാണല്ലേ. നമ്മൾ ദം ബിരിയാണി കഴിക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ റിവ്യൂ ആയിട്ട് ചിരിമോൾ പിന്നെ വരുന്നതായിരിക്കും ഗൈസ്.